कौन है तू? उड़ीसा के यहाँ क्यों आया केरला में? गाड़ी में जाओ। സംസ്ഥാനത്ത് ലഹരിക്കെതിരായ ശക്തമായ നടപടികളുമായി മുന്നേറുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 10,015 പേരെ അറസ്റ്റ് ചെയ്യുകയും 9,280 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ അറസ്റ്റുകൾ നടന്നത് എറണാകുളത്താണ്. റൂറലും സിറ്റിയുമായി 1,393 പേരാണ് അറസ്റ്റിലായത്. എറണാകുളത്തിന് പിന്നാലെ കോഴിക്കോട് 1,373, മലപ്പുറം 999, തിരുവനന്തപുരം 894, കൊല്ലം 846 എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കുറവ് കാസർഗോഡാണ്. 197 കേസുകളിലായി 229 അറസ്റ്റുകൾ. തൊട്ടുപിന്നിൽ പത്തനംതിട്ടയും വയനാടും കണ്ണൂരുമാണ്. പത്തനംതിട്ടയിൽ 253 പേരും വയനാട് 300 പേരും കണ്ണൂരിൽ സിറ്റിയിലും റൂറലിലുമായി 339 പേരുമാണ് അറസ്റ്റിലായത്. റെയിൽവേ പരിധിയിൽ 71 പേരും പിടിയിലായിട്ടുണ്ട്. കേസുകളുടെ എണ്ണം 9,280 ആകുമ്പോൾ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് സിറ്റിയും റൂറലുമായി 1,327 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1,261 കേസുകളുമായി കൊച്ചിയാണ് രണ്ടാം സ്ഥാനത്ത്. 875 കേസുകളുമായി മലപ്പുറം മൂന്നാമിടത്താണ്. പാലക്കാട്, തൃശൂർ ജില്ലകളാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ. പാലക്കാട് 708ഉം തൃശൂരിൽ 672 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കുറവ് കാസർഗോഡാണ്. 197 കേസുകളിലായി 229 അറസ്റ്റുകൾ. റെയിൽവേയിൽ 102 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവിധ കേസുകളിലായി ഇതുവരെ 8.28 കിലോഗ്രാം MDMAയും 1,004.784 കിലോഗ്രാം കഞ്ചാവും 2,382 കഞ്ചാവ് ചെടികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 9,147 ബോധവൽക്കരണ ക്ലാസുകളും 578 കൌൺസിലിംഗുകളും നടത്തി. സ്കൂൾ, കോളേജ്, പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാകെ 6,561 ബോധവൽക്കരണ പരിപാടികളും നടന്നു. അറസ്റ്റിന്റെ എണ്ണം മാത്രം ലക്ഷ്യമാക്കാതെ ലഹരിയുടെ ഉറവിടം കണ്ടെത്തി വിതരണ ശൃംഖല തകർക്കുകയും ലഹരി ഉപയോഗത്തിനെതിരെ സമൂഹത്തിൽ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യം. സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും പരിശോധനയും നിയമ നടപടികളും കൂടുതൽ ശക്തമായി തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.